എന്റെ മകൻ ചെയ്ത തെറ്റിന് നീ അവനെ ശിക്ഷിച്ചില്ല. പക്ഷേ ശിക്ഷ സ്വയം ഏറ്റെടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ചേച്ചി, ദീപകിന്റെ ചില ദുർനടപ്പുകളും അവൻ കാണിച്ചു കൂട്ടുന്ന പ്രവൃത്തികളും കാണുമ്പോ ഇവന്റെ ഭാവി എന്താവുന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇത്രയും പ്രായമായിട്ടും അവൻ ഇതുവരെ കുട്ടികളി മാറിയിട്ടില്ല. ചെയ്തു കൂട്ടുന്നതിന്റെ സീരിയസ്നെസ്സോ വരും വരായികളെ കുറിച്ചോ ഇവന് യാതൊരു ബോധവും ഇല്ലെന്നുള്ളതാണ് സത്യം. ഇവനെ നേർവഴിക്കാക്കേണ്ടതിന് പകരം ചേച്ചി വീട്ടിൽ നിന്ന് പോവുകയാണെന്ന് പറയുന്നു. അതിന്റെ ലോജിക്ക് എന്താണെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. എനിക്കിവനെ നന്നാക്കി എടുക്കണം. അതുവരെ ഞാൻ ഈ വീട്ടിൽ തുടരുന്നത് നിനക്ക് ബുദ്ധിമുട്ടാവും. നീ നിന്റെ ആരോഗ്യം ശ്രദ്ധിക്കണേ. അനാവശ്യമായി നീ വെറുതെ ടെൻഷൻ അടിക്കരുത്. പിന്നെ സമയത്തിനൊക്കെ ആഹാരം കഴിക്കണം. ചേച്ചി ഇറങ്ങട്ടെ. വാ ദീപകേ. ചേച്ചി, എന്താ പ്രതാപ? ചേച്ചിക്കൊപ്പം വളർന്നവനാണ് ഞാൻ. ഇതുവരെ ഇങ്ങനെയൊരു സാഹചര്യം നമുക്കിടയിൽ ഉണ്ടായിട്ടില്ല. എന്റെ മനസ്സ് വിഷമിപ്പിച്ചുകൊണ്ട് എങ്ങനെയാ ചേച്ചിക്ക് ഇവിടെ നിന്ന് ഇറങ്ങി പോകാൻ കഴിയുക? അങ്ങനെയല്ല പ്രതാപ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്ക്. ഞാൻ ഈ ചെയ്യുന്നതാ ശരി. അത് നിനക്ക് പിന്നീട് മനസ്സിലാവും. ഒന്നും എനിക്ക് കേൾക്കണ്ട. ചേച്ചിയെ ഞാൻ എങ്ങോട്ടും വിടില്ല. ചേച്ചി ഇവിടെ ഉണ്ടാവണം, ഈ വീട്ടിൽ. അതാണ് ഈ കുടുംബത്തിന്റെ ഐശ്വര്യം. ചേച്ചി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയാ പിന്നെ ഈ വീടൊരു കുടുംബമായി കാണാൻ എനിക്ക് കഴിയില്ല. ചേച്ചി പോരുത്, ഇതിന്റെ അപേക്ഷയാണ്. പ്രതാപ, കേട്ടോടാ, എത്ര വലിയ സ്ഥാനത്താ നിന്റെ അമ്മാവൻ എന്നെ കാണുന്നെന്ന്. അമ്മാവന്റെ കാല് വീണ് മാപ്പ് ചോദിക്കടാ. അമ്മാവൻ എന്നോട് പൊറുക്കണം. എന്റെ തെറ്റുകളെല്ലാം എനിക്ക് മനസ്സിലായി. ഒരിക്കലും ഇനി ഒരു തെറ്റും ഞാൻ ചെയ്യില്ല. എല്ലാം ക്ഷമിച്ച് അമ്മാവൻ എന്നോട് മാപ്പാക്കണം. നീ നിന്റെ റൂമിലേക്ക് പോ. പിന്നെ നീ കാരണം നിന്റെ അമ്മ വിഷമിക്കുന്ന ഒരു സാഹചര്യം ഇനി മേലിലുണ്ടാവരുത്. ചേച്ചി, കണ്ടില്ലേ ശേഖര, ചേച്ചിക്ക് നമ്മളോടുള്ള സ്നേഹം. അകലെ